കൃഷ്ണദാസ് മുരളിയുടെ ഒരു സംവിധാനത്തിൽ 2024 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഭരതനാട്യം. തുടക്കം മുതൽ ഒടുക്കം വരെ ആസ്വദിച്ചിരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ ആയിരുന്നു ചിത്രമെങ്കിലും തിയേറ്ററുകളിൽ ദയനീയമായി പരാജയപ്പെടുമായിരുന്നു. എന്നാൽ അണിയറ പ്രവർത്തകർക്ക് ആശ്വാസമേകിക്കൊണ്ട് വലിയ നിരൂപ പ്രശംസയായിരുന്നു OTT നിന്ന് ചിത്രത്തിന് ലഭിച്ചത്. ഈ അഭിനന്ദനങ്ങളെ ഊർജ്ജമാക്കിക്കൊണ്ടാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗമെന്ന ധീരമായ തീരുമാനമായി ഏപ്രിൽ 10-ന് ഭരതനാട്യത്തിന്റെ രണ്ടാം ഭാഗമായ മോഹിനിയാട്ടമായി കൃഷ്ണദാസ് മുരളിയും കൂട്ടരും തിയേറ്ററിൽ എത്തിയത്. ആദ്യ ഭാഗത്തിനുള്ള അപ്രതീക്ഷിത പരാജയം രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകാതിരിക്കാൻ എല്ലാവിധ മുൻകരുതലുമായാണ് സൈജു കുറുപ്പിന്റെ നിർമ്മാണത്തിൽ മോഹിനിയാട്ടം തിയേറ്ററിലെത്തിയത്. ആദ്യ ഭാഗത്തിൽ തിളങ്ങിയവർക്ക് പുറമെ ഹാസ്യരാജാക്കന്മാരായ സുരാജ് വെഞ്ഞാറമൂട്, ജഗദീഷ്, വിനയ് ഫോർട്ട്, ബേബി ജിത്ത് തുടങ്ങിയവരെല്ലാം പ്രധാന വേഷത്തിൽ എത്തിച്ചാണ് ചിത്രം ബോക്സ് ഓഫീസിൽ എത്തിയത്. പുറത്തിറങ്ങി ആദ്യ ദിനം തന്നെ ചിത്രത്തിന് മികച്ച പ്രതികരണം ലഭിച്ചെങ്കിലും റിലീസ് ചെയ്ത സമയത്ത് മോഹിനിയാട്ടത്തിന് പ്രതികൂലമായി ബാധിച്ചത്. വലിയ ഹൈപ്പില്ലാതെ എത്തി ബോക്സ് ഓഫീസ് തൂക്കിയടിച്ച വാഴ 2 റിലീസ് ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിലാണ് മോഹിനിയാട്ടം റിലീസ് ചെയ്തത്. മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ദിനംപ്രതി ഷോകൾ വർദ്ധിപ്പിച്ച വാഴ 2വിൻ്റെ തേരോട്ടത്തിൽ നന്നേ പാടുപെട്ടാണ് മോഹിനിയാട്ടം പിടിച്ചു നിന്നത്. മലയാളത്തിൽ സമീപകാലത്ത് കാണാത്ത വിധത്തിലുള്ള സ്വീകാര്യതയായിരുന്നു ഇൻസ്റ്റാഗ്രാം റീലിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ഹാഷിറിനും ടീമിനും ലഭിച്ചത്. റിലീസ് ചെയ്ത ഒരു മാസത്തിനുള്ളിൽ തന്നെ ചിത്രം ഇൻഡസ്ട്രി ഹിറ്റായി മാറുകയും ചെയ്തു. എന്നാൽ വാഴയുടെ തിരക്കിനിടയിലും മികച്ച പ്രതികരണത്തോടെ ഷോകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രകടനം മെച്ചപ്പെടുത്തിക്കൊണ്ട് സാഹചര്യത്തിലാണ് മലയാളത്തിലെ ബിഗ് പ്രാട്രിയേറ്റ് തിയേറ്ററിലെത്തുന്നത്. ചിത്രം തിയേറ്ററിലെത്തിയോടെ വാഴ 2വിനും മോഹിനിയാട്ടത്തിനും കാര്യമായി തിയേറ്ററിലൊന്നും ചെയ്യാനില്ലാത്ത OTTയിലേക്ക് എത്തുകയാണ്. നെറ്റ്ഫ്ലിക്സാണ് ചിത്രം റിലീസിനെത്തുന്നത്. റിലീസ് ചെയ്ത് 20 ദിവസം പിന്നിടുമ്പോൾ ചിത്രം ഏകദേശം 30 കോടിയിലധികം നേടിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.